നവംബർ 20 ഞായർ ക്രിസ്തുവിന്റെ രാജത്വ തിരുനാൾ അത്യാഹ്ലാദത്തോടെ ആഘോഷിക്കുകയാണ്. രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായ നമ്മുടെ ദൈവത്തിന്റെ രാജത്വ തിരുനാൾ. കാലത്തെ രണ്ടായി വിഭജിച്ചവനും ചരിത്രത്തിൽ വാഴുന്നവനുമായ ലോകം മുഴുവന്റെയും സൃഷ്ടാവായ സർവാധിപനായ നമ്മുടെ കർത്താവിന്റെ, സമാധാനത്തിന്റെ രാജാവിന്റെ രാജകീയ അധികാരവും സർവാധിപത്യവും നാം ഏറ്റുപറയുന്ന തിരുനാൾ. ജയ് ജയ് ക്രിസ്തുരാജൻ എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കി ക്രിസ്തു നമ്മുടെ രാജാവാണെന്ന് ആവേശത്തോടെ പ്രഘോഷിക്കുകയും തിരുസഭയിൽ വളരെ സമുചിതമായി ആഘോഷിക്കുകയും ചെയ്യേണ്ട തിരുനാളാണ് ക്രിസ്തുവിന്റെ രാജത്വ തിരുനാൾ. വാഗ്ദാനം ചെയ്യപ്പെട്ട മെസ്സിഹ ഒരു രാജാവായിരിക്കും എന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു. സുവിശേഷങ്ങളിൽ യേശുവിനെ യഹൂദരുടെ രാജാവായി ചിത്രീകരിച്ചിരിക്കുന്നതും കാണാം. എന്നാൽ അവിടുത്തെ രാജ്യത്വം വ്യത്യസ്തതകൾ നിറഞ്ഞ ഒന്നായിരുന്നു. സ്വർഗത്തിൽ സിംഹാസനത്തിൽ വാണ രാജാവ് പുൽത്തൊഴുത്തിൽ ജനിച്ചു. വിനയാന്വിതനായി കഴുതപ്പുറത്ത് രാജാവായി എഴുന്നള്ളി. മറ്റു രാജാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനായി അവൻ തന്റെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകി. നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ചു. എല്ലാ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചു. എന്റെ രാജ്യം ഐഹികമല്ല എന്ന് പീലാത്തോസിനോട് പ്രഖ്യാപിച്ച നമ്മുടെ രാജാവായ ക്രിസ്തുവിന്റെ രാജ്യം സ്വർഗമാണ്. ഈശോയെപ്പറ്റി ഹെബ്രായ ലേഖനം 8:1 വായിക്കുന്നത് പോലെ സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട്. ആ ക്രിസ്തുവാണ് നമ്മുടെ രാജാവ്. ക്രിസ്തുവിന്റെ രാജത്വ തിരുനാൾ സഭയിൽ ആരംഭിച്ചതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിൽ ലോകമെങ്ങും അരക്ഷിതാവസ്ഥയിലായി. രാജ്യങ്ങൾ തമ്മിൽ അധിനിവേശത്തിനായുള്ള മത്സരങ്ങൾ ശക്തിപ്പെട്ടു. ചെറു രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കി തങ്ങളുടെ ശക്തി തെളിയിക്കാൻ രാജ്യങ്ങൾ മത്സരിച്ച നാളുകൾ. ഭരണകർത്താക്കൾ സമാധാനം നഷ്ടപ്പെട്ട് നട്ടം തിരിയുന്ന ജനത്തിനു മുൻപിൽ നിസ്സഹായരായി. ഈ സമയത്ത് 1925 11 പിയൂസ് മാർപ്പാപ്പയാണ് ക്രിസ്തുവിന്റെ രാജത്വ തിരുനാൾ പ്രഖ്യാപിച്ചത്. എല്ലാ ഭൗമിക അധികാരങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഉപരിയായ രാജാതി രാജാവായ ക്രിസ്തു സമാധാന പ്രഭുവാണെന്നും അവിടുത്തെ രാജ്യത്തിലെ വാസം ഇമ്പകരമാണെന്നുമുള്ള പിയൂസ് 11 പാപ്പയുടെ പ്രഖ്യാപനം ഇന്നിന്റെ പശ്ചാത്തലത്തിൽ അതീവ പ്രാധാന്യമർഹിക്കുന്നതാണ്. യഥാർത്ഥവും അനശ്വരവുമായ രാജ്യത്വത്തെ ലോകത്തിന് വെളിപ്പെടുത്താൻ കൂടിയാണ് ഈ തിരുനാൾ ആരംഭിച്ചത്. നമ്മുടെ രാജാവിന്റെ മഹത്വവും പ്രതാപവും സർവാധിപത്യവും നമുക്ക് ഏറ്റുപറയണ്ടേ? നമ്മുടെ രാജാവിനെ നമുക്ക് അഭിമാനത്തോടെ വാഴ്ത്തി പുകഴ്ത്താം. അവിടുത്തെ രാജത്വം നമുക്ക് ആഘോഷിക്കാം. നമുക്കും ഏറ്റുപറയാം, ജയ് ജയ് ക്രിസ്തുരാജൻ. അവിടുത്തെ രാജ്യം സ്വർഗത്തിലും ഭൂമിയിലും നീണാൾ വാഴട്ടെ. നമ്മുടെ രാജാവ് എന്നേക്കും ഭരണം നടത്തട്ടെ.